സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നായിരുന്നു ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ. എന്നാൽ വി.എസിന്റെ ശരീരം മരുന്നുകളോട് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, മരുന്നുകളോട് പ്രതികരിക്കുന്നത് ഒരു പോസിറ്റീവായ സൈനാണ്. പക്ഷേ ആരോഗ്യനില അതേപോലെ തന്നെ തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഡയാലിസിസ് നടപടികളടക്കം നേരത്തേതുപോലെ തടസ്സമില്ലാതെ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹത്തിന് നൽകുന്ന മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നു, ശരീരം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ശുഭസൂചകമായാണ് നിലവിൽ ഡോക്ടർമാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യഘട്ട ശ്രമം ഫലം കണ്ടിരിക്കുന്നു. അദ്ദേഹം തനിയെ ശ്വാസമെടുക്കുകയാണ് പിന്നീട് ഉണ്ടായത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പുറമെ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു മെഡിക്കൽ ബോർഡുണ്ട്, 7 പേരടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡുണ്ട്. അവർ കൂടി ആശുപത്രിയിലെത്തി വി.എസിന്റെ ആരോഗ്യസ്ഥിതി, അദ്ദേഹത്തിന് ഇപ്പോൾ തുടരുന്ന ചികിത്സ, ഇനി നൽകേണ്ട ചികിത്സ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിലയിരുത്തൽ നടത്തും. അതിനുശേഷമായിരിക്കും ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വരിക. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിലവിലെ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.